ഹലോ, ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 89ാമത്തെ ഡേ ആണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ലാസ്റ്റത്തെ ഹെയർ പാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഏറ്റവും അവസാനത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു വീഡിയോ ചെയ്യുന്നത് എന്തോരം എൻ്റെ മുടിക്ക് ഈ ഒരു 3 മാസം കൊണ്ട് മാറ്റമുണ്ടായി എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ചലഞ്ച് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമെന്ന് പറയാം. ഞാനിത് ഒരു ബീട്രൂട്ട് പൗഡറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 2 സ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. അതിനാവശ്യമായിട്ട് ഇതൊരു ഹെയർ പാക്ക് ആക്കിയെടുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ടൊന്നൊരു ഹെയർ മാസ്ക് പോലെ ആക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡർ ആയിട്ടില്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാൻ താല്പര്യമെങ്കിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ട് എടുക്കുക. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം, അത് നമുക്ക് ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് തൈരും അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു പാക്ക് പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു പൗഡറായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് മാർക്കറ്റുകളിലോ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെ എടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് നൈറ്റ് സ്കാൽപ്പിലേക്ക് അതുപോലെ തന്നെ വളരെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻവെർഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകും. അതായത് ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള അയൺ കാര്യങ്ങളൊക്കെ, പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ മുടി നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് വളരാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോഫി, ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് ഒരു നാച്ചുറൽ കളറും കൂടി കൊടുക്കും കേട്ടോ. പിന്നെ കോഫി ആണെങ്കിലും നല്ലൊരു നാച്ചുറൽ കളറ് കൊടുക്കുക. അതായത് നമ്മുടെ ഹെയർ ഡാർക്കനാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലുമുണ്ട്. അതുപോലെ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മുടി വളർച്ച നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോഫി പൗഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ലതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന തൈര് ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഹെയർ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. ഡാൻഡ്രഫിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇവ മൂന്നും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഞാൻ പക്ഷേ സ്കാൽപ്പിൽ മാത്രമാണ് ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകത്തിനാണെങ്കിൽ ഒരു എക്സ്ട്രാ 2 സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പം ഞാനൊരു 2 സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുടിയുടെ ലെങ്തിലേക്കും കൂടി വേണ്ടിയിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു 4 സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പാകത്തിന് തൈര് ഒഴിച്ച് അതൊരു പേസ്റ്റാക്കി എടുത്താൽ മതിയാകും. പിന്നെ ഈ ഒരു പാക്ക് നമുക്കൊരു 1 മണിക്കൂർ ഹെയറിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ, ഇത് നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് വെച്ചാൽ മതിയാകും. നിങ്ങൾക്ക് 1 മണിക്കൂർ വരെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ അകാല നരയ്ക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു പാക്കാണ്. ഇതിന് ശേഷം നമ്മുടെ മുടിക്കൊരു ചെറിയൊരു കളറൊക്കെ ഇത് നമ്മുടെ മുടിക്ക് കൊടുക്കും കേട്ടോ. കാരണം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബീട്രൂട്ടും കോഫിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു കളറും ഷൈനും ഒക്കെ നമുക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാകും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ കളറിനനുസരിച്ച് അതിലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും. ചിലരുടെ നല്ല ഡാർക്ക് കളർ മുടിയായിരിക്കും. അപ്പോൾ അതിൽ വളരെ ഭയങ്കരമായിട്ട് വിസിബിൾ ആയിരിക്കത്തില്ല. അല്ലാതെ ലൈറ്റ് കളർ ഷെയ്ഡ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിസിബിളായിരിക്കും കേട്ടോ ആ ഒരു കളറൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാക്ക് നമുക്ക് വർക്കാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് എന്താ പറയുക, നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം കേട്ടോ. കൂടുതൽ നേരം വെച്ചിരിക്കല്. അപ്പോൾ ഞാൻ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.